എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കാരക്കുഴമ്പാണ്. അപ്പോൾ ഈ കാരക്കുഴമ്പ് പല വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചുണ്ടക്ക വെച്ചിട്ടാണ്. അപ്പോൾ ചുണ്ടക്ക വെച്ചിട്ടുള്ള കാരക്കുഴമ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. കറി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുണ്ടക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതിപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി നന്നായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് പുളി ഇത്രയും മതിയാവും. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ സവാള എടുക്കുക. പിന്നെ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്യണമെന്നില്ല, ഇതിൽ കുറച്ച് വലിയ പീസായിട്ട് കിടക്കുന്ന ഇതുപോലെയുള്ളതൊന്നും മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ട തക്കാളിയാണ്, 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചുണ്ടക്ക നമ്മൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുരുവൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ നമ്മളിത് വറ്റൽ തയ്യാറാക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയാണ് ചെയ്യുക. ഇതിൻ്റെ ഈ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് വെയിലത്തിട്ട് ഉണക്കുക. അങ്ങനെ ഉണക്കിയിട്ട് ഇവിടെയുള്ളവർ അപ്പോൾ അതിന് വത്തൽ എന്നാണ് പറയുന്നത്, വത്തക്കുഴമ്പ് എന്ന് പറഞ്ഞിട്ട് കറി ഉണ്ടാക്കും ഇത് ഉണക്കിയിട്ട്. അത് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ കുരുവൊക്കെ പോയിട്ടുണ്ട്. ഈ പുളി പിഴിഞ്ഞ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് എല്ലാ കറികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊടിയാണിത്. ഇനി ഈ പൊടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പോലെ ജീരകം, ഉലുവ ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണോളം അതിൻ്റെ ഒരു പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ കുറച്ച് തേങ്ങ കൂടി ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ തേങ്ങ കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവും പുളിയൊന്നും അധികം വേണ്ടാത്തവർക്ക് അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഈ ചുണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചുണ്ടക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ, ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പൊക്കെ ഇതിനൊരു നല്ല ടേസ്റ്റാണ്. കടലപ്പരിപ്പും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടെ ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം വേണം വെളുത്തുള്ളി ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചുവന്ന ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ തക്കാളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചുണ്ടക്കയാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഈ ചുണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം.
അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഇത്തിരി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർക്കണം. തേങ്ങ മാത്രം ഇത്തിരി വെള്ളം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇത്തിരി കൂടെ നമുക്ക് ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇനി ഇതൊന്ന് കുറുകി വരണം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാരക്കുഴമ്പ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ചുണ്ടക്ക കാരക്കുഴമ്പ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.